മാവൂർ ഗ്രാമപഞ്ചായത്തിലെ തെങ്ങിലക്കടവിലെ ക്യാൻസർ കെയർ സെന്റർ ഏറ്റെടുക്കാൻ ഒരുങ്ങി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി സാമ്പത്തിക ചിലവുകൾ ഉൾപ്പെടെ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സമിതിയെ നിയോഗിച്ചു. മാവൂർ തെങ്ങിലക്കടവ് ക്യാൻസർ കെയർ സെന്റർ ഏറ്റെടുത്ത് നടത്തുന്നതിലൂടെ ജില്ലാ പഞ്ചായത്തിനുണ്ടാവുന്ന ദീർഘകാലാടിസ്ഥാനത്തുള്ള സാമ്പത്തിക ചെലവുകൾ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ പഞ്ചായത്ത് യോഗം സമിതിയെ ചുമതലപ്പെടുത്തിയത്. ഉടമസ്ഥാവകാശം ആരോഗ്യവകുപ്പ് നിലനിർത്തി ഗവൺമെൻറ് മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിൽ തെങ്ങിലക്കടവ് ക്യാൻസർ കെയർ സെന്റർ ആരംഭിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഇതുപ്രകാരം തെങ്ങിലക്കടവ് ക്യാൻസർ കെയർ സൊസൈറ്റി സംയുക്ത പ്രൊജക്റ്റായി ഏറ്റെടുക്കാൻ സർക്കാർ അനുമതിക്കായി കഴിഞ്ഞ ഏപ്രിൽ 1 ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അഡീഷണൽ സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ, വിവിധ അംഗങ്ങൾ, ക്യാൻസർ ചികിത്സാ രംഗത്തെ വിദഗ്ധർ എന്നിവർ സമിതി അംഗങ്ങളാണ്. ക്യാൻസർ സെന്റർ പ്രവർത്തന തലത്തിൽ കൊണ്ടുവരുമ്പോൾ അതിന് എത്ര ചെലവാകുമെന്ന് കണ്ട് മുന്നോട്ട് പോവുകയാണ് സമിതി കണ്ടെത്തേണ്ടത്. ക്യാൻസർ രോഗനിർണയം, ബോധവൽക്കരണം, രോഗനിർണയത്തിന് മൊബൈൽ യൂണിറ്റ് എന്നിവ ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നതായി ജില്ലാ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ക്യാൻസർ സെന്റർ എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം PG മുഹമ്മദ് യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലെ വിവിധ സ്ഥാപനങ്ങളുടെ ആസ്തി രേഖകളുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഡ്രൈവ് നടത്താനും യോഗത്തിൽ തീരുമാനമെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.